നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. ജി സുധാകരൻ CPM വിടുമോ? ജി സുധാകരൻ CPMന്റെ മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അധികായകനാണ്. അതായത് പാർട്ടിയിലെ ബുദ്ധിജീവി എന്നൊക്കെ പറയാവുന്ന വ്യക്തിയാണ്, എഴുത്തുകാരനാണ്, കവിയാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അവിടെ നിന്നുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു എന്ന ചർച്ചകൾ അപ്രതീക്ഷിതമായി തന്നെ കേരളത്തിൽ സജീവമാവുകയാണ്. ഇത് CPMനെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചുലയ്ക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ MV ജയരാജൻ പോലും BJPയിലേക്ക് പോകാനുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMും LDFും എല്ലാം എങ്ങനെയാണ് തകർന്നടിഞ്ഞത് എന്ന് നമ്മൾ കേട്ടതാണ്. ഒരുപക്ഷെ EP ജയരാജനേക്കാൾ ഒരു വലിയ ബിഗ് ഫിഷ് തന്നെയാണ് ഈ പറയുന്ന ജി സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജി സുധാകരനെ ഇക്കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതോടുകൂടിയാണ്, അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതോടുകൂടിയാണ് ഈ ഊഹാഭോഗങ്ങൾ പടർന്നത്. അതായത് ഈ മുതിർന്ന നേതാവിനെ എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഏരിയ സമ്മേളനം നടന്നത്, എന്നിട്ടും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ നേതാവും പാർട്ടിയും തമ്മിൽ വളരെ ഗൗരവമായ പ്രശ്നമുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. അതിനുശേഷം KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ സന്ദർശനം നടത്തുന്നു. BJPയുടെ ഗോപാലകൃഷ്ണൻ സന്ദർശനം നടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, പാർട്ടിയുടെ ഷോൾ അണിയിച്ചിട്ടുണ്ട്, ജി സുധാകരനുമായും പത്നിയുമായും സംസാരിച്ചു, അവർ മനസ്സുകൊണ്ട് BJPയുടെ അംഗത്വം എടുത്തു കഴിഞ്ഞു എന്നതാണ്. തീർച്ചയായും ഈ ചർച്ചകൾക്ക് ബലം നൽകുന്നത് നേരത്തെ പറഞ്ഞ ഈ ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരനെ ക്ഷണിക്കാതിരുന്നതാണ്. മാത്രമല്ല അതിന് മുന്നേയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് അവിടുത്തെ MLAക്ക് വേണ്ടി ജി സുധാകരൻ പ്രവർത്തിച്ചില്ല എന്ന പരാതി അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം കൃത്യമായി കമ്മീഷനെ വെച്ച് ഈ കാര്യം അന്വേഷിച്ച് ജി സുധാകരനെതിരെയുള്ള ആരോപണം ശരിയാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി വിടാൻ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം മതിയായ കാരണമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അപ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് മാത്രമാണ് പ്രസക്തി. KC വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പ്രായത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിലേക്കായിരിക്കും പോവുക എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ CPIMൽ നിന്ന്, പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ ജി സുധാകരനെ പ്രേരിപ്പിക്കുന്ന ഘടകം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മറ്റൊന്നുമല്ല, ആലപ്പുഴയിലെ CPMന് മുസ്ലിം പക്ഷത്തോട്, അതായത് മുസ്ലിം പ്രീണനം നടത്താൻ വലിയ താല്പര്യമാണ്, അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തോട് അവർ ചേർന്ന് നിൽക്കുകയാണ്. പകൽ CPMും രാത്രി SDPI തീവ്രവാദികളുമായി നടക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പാർട്ടിയിലുണ്ട്. ഈ ആളുകളുടെ കയ്യിലാണ് പാർട്ടിയുടെ ഇപ്പോൾ കടിഞ്ഞാനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ജി സുധാകരനെ പോലെയുള്ള ഒരു പറ്റം ആളുകൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും ജി സുധാകരൻ പാർട്ടി വിട്ടാൽ അദ്ദേഹം തനിച്ചായിരിക്കില്ല. ആലപ്പുഴ ജില്ലയിലെയും കേരളത്തിലെയും ഒരു വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോവുക. അതുകൊണ്ട് തന്നെയാണ് UDFും BJPയും കൃത്യമായി വിലപേശുന്നത്. BJP ജി സുധാകരനുമായി ചർച്ച നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജി സുധാകരന് ഈ പറയുന്ന CPM SDPI ബന്ധത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ ഇതെല്ലാം നടത്തുന്ന ഒരു വിഭാഗമാണ് SDPI. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് SDPIയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിഴൽ സംഘടനയുമായി ആലപ്പുഴയിലെ CPM വല്ലാത്ത ചങ്ങാത്തത്തിലാണ്. ആ ചങ്ങാതം അംഗീകരിക്കുവാൻ ജി സുധാകരന് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടി എന്നുള്ളത് BJP തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് BJP നേതാവിൻ്റെ അവകാശവാദത്തെ അത്ര കണ്ട് ലാഘവത്തോടു കൂടി ആരും തള്ളിക്കളയാത്തത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനെ പോലുള്ള ഒരാൾ എന്തും സഹിച്ച് പാർട്ടിയിൽ നിൽക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ അതല്ല, അദ്ദേഹം മറ്റൊരു ചേരിയിലേക്ക് ചേക്കേറാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നത് ഞെട്ടലോടുകൂടിയാണ് ഇന്നിപ്പോൾ CPM മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം അത് കൃത്യമായി ഉറപ്പാണ്. ഇനി അദ്ദേഹം BJPയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും CPIMന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are
Crown near Karivattam, The Square near UST Global, White Manor near Attugal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.